ഹായ് ഹലോ അസ്സാം വലൈക്കും. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിതൊരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ കല്യാണങ്ങളിൽ പോണ സമയത്ത് ബിരിയാണിയിലൂടെ ഒരു മധുരമുള്ള ഒരു അച്ചാർ കിട്ടത്തില്ലേ, ഈത്തപ്പഴ അച്ചാർ. ആ അച്ചാറാണ് കേട്ടോ ഞാനിന്ന് റെഡിയാക്കുന്നത്. ഈത്തപ്പഴത്തിൻ്റെ കൂടെ കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഒരു ബൗൾ ഈത്തപ്പഴം കുരിയൊക്കെ കളഞ്ഞിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ബൗൾ ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. ഒരു വലിയുള്ള പുളി വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശർക്കര പാനിയാക്കി ഞാൻ അതും മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഓയിലൊന്നും ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. അതിലേക്ക് കുറച്ച് അധികം തന്നെ വെളുത്തുള്ളി നെടുക്കെ കീറിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി അത് നീളത്തിൽ കട്ട് ചെയ്തതും, ഒരു 5 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്, 2 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടതിന് ശേഷം 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് അതും കൂടെ ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. മുളക് പൊടി കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. കരിഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ അച്ചാറിൻ്റെ ടേസ്റ്റ് മാറി കിട്ടും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഈത്തപ്പഴവും ഉണക്കമുന്തിരിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഒരു 2 സെക്കൻഡ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഈത്തപ്പഴത്തിലും മുന്തിരിയിലും നന്നായിട്ട് അരപ്പൊക്കെ പിടിച്ച് കിട്ടും. ഇനി അതിലേക്ക് നമുക്ക് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത്. നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത്. അപ്പോൾ ഈത്തപ്പഴമൊക്കെ വെന്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഈത്തപ്പഴം ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടുകയും ചെയ്യും. ഞാനിതിലിട്ടിട്ടുള്ള ഉണക്കമുന്തിരി നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഉണക്കമുന്തിരിയാണ് കേട്ടോ ഞാൻ അച്ചാറിനായിട്ട് എടുത്തിട്ടുള്ളത്. ഈ ഒരു 2 മിനിറ്റ് ഒന്ന് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം ഇതാ അത്യാവശ്യം നന്നായിട്ട് ഈത്തപ്പഴം വെന്ത് കിട്ടിയിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു സ്പാച്ചിൽ വെച്ച് ഉടച്ച് കൊടുത്താലും മതിയാകും. അപ്പോൾ ഈത്തപ്പഴമൊക്കെ വെന്ത് നമ്മൾ ഒഴിച്ചിട്ടുള്ള പുളിവെള്ളമില്ല അതൊക്കെ പറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കുമ്പിളണക്ക് വരെ ഒരു തെറിക്കുന്ന പരുവാകുന്ന സമയത്ത് നമുക്കതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. നല്ല സ്വീറ്റ് ആയിട്ടുള്ള അച്ചാറായതുകൊണ്ട് തന്നെ നമുക്കതിലേക്ക് കുറച്ച് അധികം തന്നെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഇതൊന്ന് കുറുക്കി എടുക്കാവുന്നതാണ്. വെള്ളം ഒന്ന് പറ്റി വരുന്ന സമയത്ത് അതിലേക്ക് 1/4 സ്പൂൺ കായപ്പൊടിയും 1/4 സ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് ഒരിക്കൽ കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാവുന്നതാണ്. ലാസ്റ്റ് അതിലേക്ക് 1 സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. എരിയും മധുരവും പുളിപ്പൊക്കെ ആയിട്ടൊരു കിഡിലൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ബിരിയാണിയിലുള്ള മാത്രമല്ല കേട്ടോ, നമുക്ക് വെറുതെ കോരി കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ആക്കാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. പുതുതായിട്ടാണ് കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.